ഹായ് മക്കളെ, എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? മക്കളെല്ലാവരും വെക്കേഷനിലായിരിക്കും. വെക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ പഴയ സ്കൂളിനോടെല്ലാം ടാറ്റ പറഞ്ഞിട്ട് ഇനി പുതിയ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്ന തിരക്കിലേക്കായിരിക്കും അല്ലേ? കാരണം നമ്മുടെ യു പി സ്കൂളുകളെല്ലാം കഴിയാണ്. ഇനി ഹൈസ്കൂളിലേക്ക്, ഒരു പുതിയ സ്കൂളിലേക്കായിരിക്കും ഒരുപാട് മക്കളെല്ലാം പോകുന്നുണ്ടായിരിക്കുക. ചില കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് മക്കൾ മാത്രമായിരിക്കും അവർ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ്? നിങ്ങൾ പുതിയ സ്കൂളിലേക്കാണോ അഡ്മിഷൻ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണേണ്ടതാണ്. ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ടും കാണുക. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലായിരുന്നു. 7ാം ക്ലാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ ഏറ്റവും സീനിയേഴ്സ് ആയിരുന്നു നിങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പവറൊക്കെ കാണിച്ചിട്ടായിരിക്കും നിങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇനി നിങ്ങൾ ചെല്ലാൻ പോകുന്നത് ഒരു വലിയ സ്കൂളിലേക്കാണ്. 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു സ്കൂളിലായിരുന്നെങ്കിൽ വലിയ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്കായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. അവിടുത്തെ ഏറ്റവും ചെറിയ മക്കളായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്. ആ ചാൻസ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ചുകൂടെ? ഞാൻ അവിടെയാണ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങളൊരു പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ പഠിച്ചിരുന്ന പാറ്റേൺ ഏതാണ്? നിങ്ങൾ എങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്നൊന്നും അവിടുത്തെ ടീച്ചേഴ്സിനോ മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിന്, പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സിനോ ഒന്നും തന്നെ അറിയാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറി ചെല്ലുന്ന ഇടത്ത് ആദ്യം മുതലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയാലോ? നല്ല രീതിയിൽ ടോപ്പിക്കുകളെല്ലാം പഠിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ ഒരു ടോപ്പറായിട്ട് മാറാൻ നമുക്ക് സാധിച്ചാലോ? കൂടാതെ തന്നെ അതിൻ്റെ കൂടെ NMMS കൂടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാലോ? ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മുടെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് യോദ്ധ ബാച്ച്. യോദ്ധ ബാച്ചിലെ അഡ്മിഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ക്രൗഡ് ഇപ്പോൾ തന്നെ കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് സീറ്റുകൾ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാനുള്ള മക്കൾ വേഗം തന്നെ യോദ്ധ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ യോദ്ധ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്കാണ് 8ാം ക്ലാസ്സിൽ വരാൻ പോകുന്നത്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഏതാണ്, അതിൻ്റെ ഒരു പാറ്റേൺ ഏതാണ്, അതിൻ്റെ രീതി ഏതാണ് എന്നൊന്നും എന്ത് ചെയ്തില്ല, ഇതുവരെ സ്കൂളുകളിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് എന്ത് വേണം? ബേസിക്സ് വേണം. 8ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ആ ബേസിക് ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ മക്കളും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ ഉറപ്പാക്കിക്കോ. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആപ്പിലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് സെഷനുകൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ട്, അതുപോലെ സീരീസ് എക്സാമുകളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഈ കൊല്ലമില്ല. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ ചാപ്റ്ററും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഓരോ നമ്മുടെ ഫസ്റ്റ് ടൈമിന് ഒരു എക്സാം, സെക്കൻഡ് ടൈമിന് ഒരു എക്സാം, മെയിൻ എക്സാം, അങ്ങനെയുള്ള എല്ലാ എക്സാമുകളും ചെയ്ത് കഴിഞ്ഞ ശേഷം, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ സ്കൂളിലെ ഓരോ എക്സാമിനേഷനും എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഒന്നും കൂടെ കോൺഫിഡൻസിൽ പരീക്ഷ എഴുതാൻ പറ്റും. സോ അതിനെല്ലാമുള്ള അവസരമാണ്. താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ച് ജോയിൻ ചെയ്തോ. നമുക്കവിടെ ഒരുമിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണം.